ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടി ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം. ഇതൊരിക്കലും വിമർശനത്തിന് വേണ്ടിയുള്ള വീഡിയോ അല്ല, ഒരു നിയമം പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. കണ്ടു നോക്ക്. കുറച്ച് പെൺകുട്ടികൾ നിസ്കരിക്കുകയാണ്. അവിടെ ആരോ ഒരാൾ അവരുടെ വീഡിയോ പകർത്തിയിട്ടുണ്ട്. അവരറിയാതെ എടുത്തുതകാനാണ് സാധ്യത. ഒരാളെ പറ്റി നല്ലത് ചിന്തിക്കലല്ലേ നല്ലത്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു അവരറിയാതെ എടുത്തൊരു വീഡിയോ ആണത്. ഇൻഷാ അല്ലാഹ് ഇനി കാര്യത്തിലേക്ക് വരാം. അവരവിടെ സുജൂദിലേക്ക് വീഴുമ്പോ ചില കുട്ടികളുടെ കാൽപാദങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ എന്താണ് ഇസ്ലാമിക വിധി? മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയെല്ലാം നിസ്കാരത്തിൽ ഔറത്തിന്റെ ഭാഗമാണ്. ഔറത്ത് വെളിവായാൽ നിസ്കാരവും ബാത്തിലായി പോവും. പ്രിയമുള്ള ഉമ്മമാർ, സഹോദരിമാർ, നിസ്കരിക്കുമ്പോൾ ചെറുതായിട്ട് മുടിയുടെ ഭാഗം കാണുകയോ താടിയുടെ ഈ ഭാഗം താത്തി വെച്ചിട്ട് ഈ ഭാഗം കാണുകയോ കൈ ഉയർത്തുന്ന സമയത്ത് ഇവിടെ നിന്ന് കൈയൊരൽപ്പം താന്ന് കൈയുടെ ഈ ഭാഗം വെളിവാകുകയോ ചെയ്താൽ നിസ്കാരം ബാത്തിലായി പോവും. അതുപോലെ തന്നെ കാൽപാദം കണ്ടാലും കാല് കണ്ടാലും നിസ്കാരം ബാത്തിലാകും. ഒരാളുടെ വസ്ത്രം നിസ്കാര കുപ്പായാണ്. ആ വസ്ത്രം ഒരൽപ്പം ഒന്ന് കീറി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുരുഷന്റെ മുണ്ടെടുത്തിട്ടുണ്ട് അയാൾ, പുട്ടുമുക്കളുടെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറിയൊരു ദ്വാരമുണ്ടായി, അതിലൂടെ അദ്ദേഹത്തിന്റെ തൊലിഭാഗം വെളിവായാൽ അദ്ദേഹത്തിന്റെ നിസ്കാരവും ബാത്തിലാകും. നിസ്കരിച്ചതിന് ശേഷമാണ് അദ്ദേഹം അത് കണ്ടതെങ്കിൽ ആ നിസ്കാരം മടക്കി നിസ്കരിക്കൽ നിർബന്ധവും ആണ്. സഹോദരിമാരെ, ഒന്നെങ്കിൽ ഷോക്സ് പോലത്തെ വസ്തുക്കൾ കാലിലിടുക, അതുപോലെ കയ്യിൽ മറക്കുന്ന എന്തെങ്കിലും ഇവിടം വരെയുള്ള ടൈറ്റ് കാര്യം ഇടുക, അല്ലെങ്കിൽ പിന്നെന്തെങ്കിലും കൊണ്ട് ടൈറ്റായി കെട്ടുക. അതിനുശേഷം മാത്രം കൈ ഉയർത്തുക. ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളെ പാതിരാത്രിയുടെയും പകലിലെയും നമ്മൾ കഷ്ടപ്പെട്ട് നിസ്കരിക്കുന്ന നിസ്കാരങ്ങളൊക്കെ വെറുതെയായി പോകും. അള്ളാഹു മനസ്സിലാക്കി ചെയ്യാനുള്ള തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. Download ShareChat.